പോവാം. ഓ എനിക്ക് വയ്യ എന്റെ പൊന്നെ. എന്നാ പിന്നെ എന്നെ കൂടെ അങ്ങനെ നിറക്കി തരുവോ? ആനയ്ക്ക് വീശുന്ന മാതിരിയുണ്ട്. ഏത് തൃശ്ശൂർ പൂരത്തി. അച്ഛാ അമ്മയുടെ പുറകെ ഒരു കൊട കൂടെ വെച്ചാ മതി. അച്ഛോ ഒരു കൊടയും കൂടെ മതി. ഭർത്താവെ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ട്രാവൽ സീരീസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു കാലതാമസം വന്നിട്ടോ. അപ്പം വഴിയിലൊരു കാറ് കണ്ടപ്പോൾ വെറുതെ ഒരു അതിമോഹം. അമോഹിക്കുന്നതിന് കുറ്റമൊന്നുമില്ലല്ലോ, ആരുടെയും പെർമിഷനൊന്നും വേണ്ടല്ലോ. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു മൊറീഷ്യസിൽ തന്നെയുള്ള, ഇവിടെ ഇത്രയും ഷുഗർ ഉള്ളപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഷുഗർ മ്യൂസിയം, ഷുഗർ ഫാക്ടറിയൊക്കെ കാണണ്ടേ. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതാ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷുഗർ ഫാക്ടറിയാണ്. അതിപ്പോൾ ഒരു മ്യൂസിയം ഒക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ നമ്മുടെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു. നല്ല രസം അത് കാണാൻ കേട്ടോ. ആ ഒരു ട്രീയിൽ കുറേ സാധനങ്ങൾ തൂങ്ങിക്കിടക്കുക. ശരിക്കും ഒരു മൂവി തിയേറ്ററിൽ കയറുന്ന ഫീലാണ് പെട്ടെന്ന് തോന്നിയത്. അപ്പോൾ ആ കൺട്രിയുടെ ഒറിജിനൊക്കെ എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറേ പിക്ചേഴ്സിൻ്റെയും കുറേ വീഡിയോയുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മളെ നന്നായി കാണിച്ചു തരുന്നുണ്ട്. അവിടെ സ്പൂൺ പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് അത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് അവർ പറയാൻ. പഞ്ചസാരയല്ലേ? ആ പഞ്ചസാരയോ കേട്ടോ. ഒരു സ്പൂൺ പഞ്ചസാരയുടെ പുറകിലെ ഹാർഡ് വർക്കിലേക്കാണ് പിന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പഞ്ചസാരയുടെ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഇതൊരു വലിയ ചിമ്മിനിയാണ്. അതിന് ഓപ്പോസിറ്റായിട്ടൊരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിററിൽ നിന്ന് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും. ഇത് പഞ്ചസാര ആ ഒരു ഷേപ്പിലോട്ട് മോൾഡ് ആവുന്നതിൻ്റെ സ്റ്റോറി തുടങ്ങുവാണ് കേട്ടോ. അപ്പം അന്ന് ആദ്യമായിട്ട് ഈ കൺട്രിയിൽ വന്നത് ഡച്ചുകാരാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ. അത് പറയാണ്ടിരിക്കും. Sleeping in rows, shackled, they had to put up with weeks of growth. പണ്ടത്തെ വിക്ടോറിയൻ era ഡ്രസ്. ഇവരുടെ വീട് എങ്ങനെയായിരുന്നു? ഇത് പണ്ട് 10 വയസ്സായിട്ട് കാണുന്ന പരിപാടി. ഇത് അന്നവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പണ്ടത്തെ ഡോക്ടർമാരുടെ കെട്ട്. സിറിഞ്ചൊക്കെ കണ്ട് എത്ര ആയിരുന്നു. സിറിഞ്ച്, ക്ലാംപ്സ്, ഇതെന്തോ ബീപ്പി നോക്കുന്നതാണോ? എൻ്റെ അമ്മ ഈ സിറിഞ്ച് കൊണ്ടൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യും. തീ കത്തിക്കുന്നു. ആ തീ കത്താൻ എഫക്റ്റ് കാണും. ഒരു എസ്റ്റേറ്റ് പണ്ട് ഇങ്ങനെയായിരുന്നു. ഹോസ്പിറ്റൽ അതിൻ്റെ അടുക്കുന്ന അതിന് ഫാക്ടറിയുടെ മുമ്പിൽ തന്നെ ആയിരുന്നു ഹോസ്പിറ്റൽ. സെമിത്തേരി ഒക്കെ ഉണ്ട്. ഇത് സ്കൂളാ. ഇത് മൂവി ഹോളിൽ കയറിയ പ്രതീതി. അവിടുന്ന് ബോയിലറിൽ നിന്ന് സ്റ്റീം വന്നിട്ട് ഓടിക്കുന്നു. ഷുഗർ കെയിൻ അവിടുന്ന് മുകളിൽ കയറിപ്പോയി ജ്യൂസ് ആക്കുന്നത്. ഇതിൻ്റെ പൾപ്പ് താഴെ പോകും. ഫ്രം കെയിൻ ടു ജ്യൂസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ജ്യൂസ് ആക്കുന്നത്. ഇതിനകത്തായിട്ട് ലൈറ്റിങ്ങിൻ്റെ ഒരു സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ എല്ലായിടവും QR കോഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 45 മിനിറ്റ്സേ ഉള്ളായിരുന്നു. ഇത് വേ ചെയ്യുന്നതാണോ? മോളിൽ നിന്ന് വരും അല്ലേ? അതുകൊണ്ട് ഈ വഴിയെ കൂടെ വന്നിട്ട് ഇതിലെ കൂടെ വന്നിട്ട് മുകളിൽ ചെന്നിട്ട് അതാണ്ട് ആ പൊഷന് താഴെ വീഴും. താഴെ വീണിട്ട് ദാണ്ട് ഈ റോളർ കാണുന്നില്ല. ദാണ്ട് ഈ റോളർ ഉണ്ടല്ലോ. ദാണ്ട് ആ റോളറിൽ ക്രഷായിട്ട് താഴോട്ട് വന്നിട്ട് ഈ റോളറിൽ വരും. എന്നിട്ട് ജ്യൂസ് താഴോട്ട് വരും. ഇങ്ങനെ 3 സെറ്റ് ഉണ്ട് ഇവിടെ. ഇത് ഒരു 3-4 ഫ്ലോറിലായിട്ടാണ് ഈ ഫാക്ടറി. നമുക്ക് എല്ലാം നടന്ന് കാണാൻ പറ്റും. സമയമുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ കാണേണ്ട ഒരു സംഭവം ആയിരുന്നു. ഇവിടെ ആദ്യം വരുന്നത് കേട്ടോ. ചുണ്ണാമ്പ് എടുക്കും. ഇതിനകത്ത് വന്നിട്ട് ചുണ്ണാമ്പ് വെള്ളം കലക്കി ഇടുമ്പോൾ അത് ഇമ്പ്യൂരിറ്റീസിൻ്റെ മേലോട്ടാണ്. അതെടുത്തത് ഈ മെഷീനിലോട്ട് പോകുന്നല്ലേ.
ഇവിടേക്കുള്ള എൻട്രി ഫീ കുറച്ച് ഹൈ ആണെങ്കിലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ്. ഒരു ഫാക്ടറിക്കകം നമുക്ക് ഇങ്ങനെ ഓടി നടന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. എന്തോ കേട്ടോ നമ്മൾ വന്ന സ്ഥലം അതാ 3 മീലുള്ളത്, 3 മീൽസ് ഉണ്ടല്ലോ, 3 അങ്ങേറ്റത്തെ ടാങ്ക് ഹീറ്റർ കൊണ്ട് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ് ലൈം മിക്സ് ചെയ്യുന്ന ടാങ്ക്, അല്ല 10 ലൈം മിക്സ് ചെയ്യുന്ന ടാങ്ക്, 7 ഹീറ്റർ ടാങ്ക്, ജ്യൂസ്, അങ്ങനെ ടാങ്ക്സാണ് 10 ഹീറ്റർ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ നിൽക്കുന്നത് ഈ ഏരിയ ഇതിനകത്തോട്ടൊക്കെ കയറാൻ പറ്റുമോ? സ്പോട്ട് ലൈറ്റ് മാത്രം കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചില ഇടങ്ങളിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റിക്ക് പ്രശ്നമുണ്ട്. മെഷീനുകളല്ലേ, ഒരു പഞ്ചാര കഴിക്കുമ്പോൾ തോന്നും ഇത്രയും മെനക്കേടാണെന്ന്. പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാരയുടെ പിന്നിൽ ഇത്രയും അധ്വാനം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഇമാജിനേഷനൊക്കെ അപ്പുറം പഞ്ചസാരയ്ക്ക് പുറകിൽ ഇത്രയും കാഴ്ചകൾ, ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ടെന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13. നമുക്കാകെ അറിയാവുന്ന ബ്രൗൺ ഷുഗറും നോർമൽ ഷുഗറും ഒക്കെ അല്ലേ ഉള്ളൂ. ഇത് പഞ്ചസാര ഇങ്ങനെ പല ഷേപ്സിലൊക്കെ അത് ആക്കിയെടുക്കുന്നതിൻ്റെയൊക്കെ അതൊക്കെ എന്താ അതിൻ്റെ പേരുകൾ, അതൊക്കെയുള്ള കുറേ പിക്ചേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. തന്നെ സമയക്കുറവിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെയും കുറച്ചുകൂടെ കാണിച്ചു തരാമായിരുന്നു. ഇത് കുറേ വീഡിയോസൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതൊക്കെ. അതുപോലെ ഇത് അവിടുത്തെ പല പല സ്ഥലങ്ങളിലെ മണ്ണുകളാണ്. ഏറ്റവും നല്ല മണ്ണ് ഏതാ ഇതിന് കൃഷിക്കുള്ളത്, അതുപോലെ പല പല സ്ഥലത്തു നിന്ന് കട്ട് ചെയ്തിരിക്കുന്ന കമ്പുകൾ, അതുപോലെ ഈ പൂവ്, ഈ കരിമ്പിൻ്റെ പൂവ് നമ്മുടെ ഷോർട്സ് ഓർമ്മയില്ല, നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിയ ഒരു വെറൈറ്റി ഒരു ഇത് അവർ എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് പുതിയൊരു പ്ലാന്റ് എടുക്കുന്നത്. ലാൻറ്ററിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടി വയ്ക്കും, എന്നിട്ടത് ഇത് കപ്ലിങ് ബ്രീഡിങ്ങിന് വേണ്ടി ചെടിയെ പിടിച്ച് കെട്ടി വെക്കും. അതെങ്ങനെ മനസ്സിലാവും? പുതിയ വെറൈറ്റിക്ക് വേണ്ടി. അല്ല ആൺ പൂ ഏതാ പണ്ട് നടുവേ അന്നത്തെ കാലത്ത് പഞ്ചസാര എങ്ങനെയായിരുന്നു ഷിപ്പിൽ ഇറക്കുന്നതും അത് വെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അതേപോലെ വെയിറ്റിൽ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൾക്കായിട്ട് താക്കുന്ന ഇങ്ങനെ രണ്ടൂടെ പൊക്കുന്നു. നീ അടുത്ത ആള്. എൻ്റെ പൊന്നെ, ഒന്നിനും അനുസരണേ ഇല്ല. ഓരോ പഞ്ചസാര ചാക്കും 80 കിലോയുടെയാണ്. അപ്പം നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വെള്ളത്തിനകത്ത് ഇങ്ങനെ ആ ഒരു കപ്പലിങ്ങനെ വന്നിരിക്കുന്ന പോലെ തന്നെ കാണുന്നത്. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടപ്രദർശനം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഷുഗറിൻ്റെയും ഷുഗർ കെയിൻ്റെയും ഒരുപാട് പ്രോഡക്ട്സ് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ റമ്മൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കൊടുത്താൽ ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാം. To maturate for 6 and 18 months in a stainless steel tank. Merci, thank you, welcome. Also, we have our lazy dodo. Lazy dodo. Yeah, lazy dodo. This one is a blend of 12 years maximum. So this is all 12 rum only, all rum. rum, all rum. And we have also, yeah, this one is molasses rum. And this one is agriculture rum. Agriculture rum means sugarcane juice rum. Okay. Thank you very much. Your good name please ma'am? ഷുഗറിൻ്റെ പ്രൊഡക്ട്സ് അല്ലേ, എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ. ഇത് പല ടൈപ്പ് പഞ്ചസാര. ഇത് കണ്ടോ, കുപ്പിയല്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. 420 800 സംതിങ്. അമ്മ ഓബ്വിയസ്ലി ഭയങ്കര വിലയായി ഇവിടെ. ഒന്ന് വല്ലതും ഇട്ട് വെക്കാം, തൂക്കിയിടാം. നമ്മുടെ ചായക്കിടന്ന് തിളയ്ക്കുന്ന ആ ഒരു സ്പൂൺ പഞ്ചസാരയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്.